ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്വീകരണം നൽകുന്നതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ CCVയോട് പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം സ്വീകരണം നൽകുന്നതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ CCVയോട് പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ജനുവരി 1 മുതൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച് വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സാംസ്കാരിക ജില്ലയായ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സ്വീകരണം നൽകുന്നതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ CCVയോട് പറഞ്ഞു. സ്വീകരണ ചടങ്ങിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, PSK, മൊയ്തു ബാക്കവി, IMK ഫൈസി, സയ്യിദ് ഫസൽ തങ്ങളുടെ നേതൃത്വത്തിൽ മറ്റു ജില്ലാ നേതാക്കളും പൗരപ്രമുഖരും ചേർന്ന് ഊഷ്മളമായ വരവേൽപ്പ് നൽകും. വരവേൽപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ MS മുഹമ്മദ് ഹാജി, KR മുഹമ്മദ് അൻവരി, ഷറഫുദ്ദീൻ സഖാഫി, അബ്ദുൾ-റഹ്മാൻ, ഫാറൂനി KS, മൊയ്തീൻകുട്ടി സഖാഫി, KK സഖാഫി, അബ്ദുൽ ഖാദർ സഖാഫി തുടങ്ങിയവർ പറഞ്ഞു. ജനുവരി 1 കാസർകോട്ട് നിന്ന് ആരംഭിച്ച കാന്തപുരം ഉസ്താദിന്റെ 3ാം കേരള യാത്ര 16-ാം തീയതി അനന്തപുരിയിൽ സമാപിക്കുകയാണ്. പല ജില്ലകളിലെയും ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നാളെ ശനിയാഴ്ച കാലത്ത് 9 മണിക്ക് നമ്മുടെ സാംസ്കാരിക ജില്ലയായ വള്ളത്തോളിൻ്റെ നാട്ടിലേക്ക് കാന്തപുരത്തിൻ്റെ കേരള യാത്ര കടന്നു വരികയാണ്. ജില്ലാ നേതാക്കളായ സയ്യിദ് ഫളിൽ തങ്ങൾ, ഷെയ്ഖുന താഴപ്പറ ഉസ്താദ്, IMK ഫൈസി, മൊയ്തു ബാക്കവി മാടവന, MS മുഹമ്മദ് ഹാജി തുടങ്ങിയ നേതാക്കൾ ചേർന്ന് ഉജ്ജ്വലവും ഊഷ്മളവുമായ വരവേൽപ്പ് ജാഥക്ക് നൽകും. പാലത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലും വിദ്യാർത്ഥികളും CG ഗാർഡുകളും അണിനിരന്നുകൊണ്ട് വളരെ മനോഹരമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് ഇവിടെ നിന്ന് താഴെപ്പറ ഹാദിയയിലേക്ക് ജാഥ നീങ്ങുകയും അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം കൃത്യം 1 മണിക്ക് ചാവക്കാട്ടേക്ക് സ്വീകരണ സ്ഥലത്തേക്ക് ജാഥ നീങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് CCV.